സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസ പറഞ്ഞതനുസരിച്ച് വരുൺ കൺമണിയുടെ തോൽവി സ്വപ്നം കാണുകയാണ് കേട്ടോ. മാനസയാണെങ്കിലും ആ ഒരു സ്വപ്നത്തിലുമേൽ തനിക്ക് മുൻപിൽ നടക്കുന്ന എല്ലാ കാഴ്ചകളും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയാണ്. ആ ബോംബ് പൊട്ടിക്കുന്നതോടുകൂടി തനിക്കും എല്ലാം ചോദിക്കാനും പറയാനും ഒരവസരം വരുമെന്ന് കരുതി തന്നെയാണ് മാനസ ഇരിക്കുന്നത്. അതാണ് കൺമണി ഓണാഘോഷ പരിപാടിക്ക് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നതും കൃഷ് അവളെ സ്നേഹപൂർവ്വം നോക്കുന്നതൊക്കെ കണ്ടിട്ടും അവളെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. പക്ഷെ മിക്കവാറും വരുൺ അടുത്ത പണി കൃഷിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാനുള്ള ഒരുക്കത്തിലാണ് എന്ന് മനസ്സിലാക്കാം. കൃപ അങ്ങനെ എത്തിയിരിക്കുകയാണ്. കൃപ വന്നതുകൊണ്ട് തന്നെ വരുണിൻ്റെയും മാനസയുടെയും ഒരു കളികളും കൺമണിയുടെയും കൃഷിൻ്റെയും അടുത്ത് നടക്കാൻ പോകുന്നില്ല. കൃപ അതൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുക്കുന്നുണ്ടാവും. ഓണാഘോഷത്തിന് ചീഫ് ഗസ്റ്റായിട്ട് അതീവ സുന്ദരിയായി എത്തിയ കൺമണിയെ കണ്ട കൃഷ്ണ കണ്ടിട്ടും മതിയാവുന്നില്ല. മാനസിക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കുന്നില്ല. ആൻ്റിയമ്മയാണെങ്കിൽ ഓരോന്ന് ഓതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സാഗറാണെങ്കിൽ കൺമണിക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് മാനസിക്കും ഹേമയ്ക്കും ആൻ്റിയമ്മയ്ക്കൊന്നും അത് ഒട്ടും സഹിക്കുന്നില്ല. അത് കഴിഞ്ഞ് കൃഷി കൺമണിയെ മാറ്റി നിർത്തി കുടുംബത്തിൻ്റെ സമ്മാനം ചീഫ് ഗസ്റ്റിന് കൊടുത്തു. ഇനി എൻ്റെ വക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് കാണിക്കുകയാണ് കേട്ടോ കൺമണിയെ തുറക്കുമ്പോൾ ഒരു ഡയമണ്ട് റിംഗ് ആണ്. അവളത് കണ്ടിട്ട് ആശ്ചര്യത്തോടെ താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട് കൃഷിനോട്. പതുക്കെ ആ തക്കം നോക്കി കൃഷി കൺമണിയെ ചുംബിക്കുകയാണ് കേട്ടോ. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് മാനസയും ആൻ്റിയമ്മയും. ആൻ്റിയമ്മയാണെങ്കിൽ തെരുവിൽ കിടക്കുന്നതിനെയൊക്കെ പട്ടുമെത്തിയിൽ വയ്ക്കുകയാണെന്നൊക്കെ ദേഷ്യത്തോടെ മാനസയോടെ പറയുന്നുണ്ട്. പെട്ടെന്ന് എനിക്കെന്നൊക്കെ പറഞ്ഞ് ചിണുങ്ങുമ്പോൾ അത് ഞാൻ തന്നാൽ മതിയോ എന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ കൃപ. പെട്ടെന്ന് ഞെട്ടു നോക്കുന്ന കൺമണിയുടെയും കൃഷ്ണൻ്റെയും അടുത്തേക്ക് വന്ന് അവരുടെ ചെവിക്ക് പിടിക്കുകയാണ് കേട്ടോ കൃപ ചെയ്യുന്നത്. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്